ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾ ഭയത്തോടെയാണോ ജീവിക്കുന്നത്? നാളെ എന്താകുമെന്ന് ചിന്തിച്ച് ഉറങ്ങാൻ പോലും കഴിയുന്നില്ലേ? ഇന്നത്തെ ഈ വചനം നിനക്കായി തന്നെയാണ്. ഇന്ന് ദൈവം നിന്നോട് പറയുന്നു, ധൈര്യത്തോടെ ഉറച്ചു നിൽക്കുക. ബൈബിളിൽ ദൈവം യോശുവയോട് പറഞ്ഞത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഒരു ജനത്തെ വാഗ്ദത്ത ദേശത്തേക്ക് നയിക്കണം. അത് എളുപ്പമായ ഒരു കാര്യമല്ല. ഭയവും സംശയവും സ്വാഭാവികമാണ്. അപ്പോഴാണ് ദൈവം യോശുവയോട് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടാകും. ഈ ശക്തമേറിയ വചനത്തിൽ നിന്ന് എന്താണ് അർത്ഥമാക്കുന്നത്? ദൈവത്തിൻ്റെ വിളി എപ്പോഴും വലിയതാണ്. നമ്മുടെ കഴിവിനേക്കാൾ വലിയൊരു ദൗത്യത്തിലേക്ക് ദൈവം നമ്മെ വിളിക്കും. ഇതൊരിക്കലും നാം പതറിപ്പോകുവാനല്ല, ദൈവത്തിൽ മുറുകെ പിടിച്ച് ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കാൻ വേണ്ടിയാണ്. ഭയം വരാം, പക്ഷേ നിൽക്കണം. ധൈര്യമെന്നത് ഭയം ഇല്ലാതിരിക്കുക എന്നല്ല. ഭയമുണ്ടായാലും ദൈവത്തിൽ കൂടുതൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുക എന്നതാണ്. അതാണ് ധൈര്യം. ദൈവം കൂടെ ഉണ്ടെങ്കിൽ വഴി ഉറപ്പായും തുറക്കും. നീ ഒറ്റയ്ക്കല്ല. നിന്റെ പരീക്ഷണങ്ങളിലും കുടുംബ പ്രശ്നങ്ങളിലും ജോലിയിലെ ബുദ്ധിമുട്ടുകളിലും ദൈവം നിന്നോട് കൂടെ നടക്കുന്നു. ഇന്ന് നീ ഒരുപക്ഷെ പുതിയൊരു തുടക്കം ചെയ്യാൻ ഭയപ്പെടുന്നുണ്ടാകാം. ഒരു തീരുമാനമെടുക്കാൻ മടിക്കുന്നുണ്ടാവാം. ദൈവത്തിൻ്റെ വിളി കേട്ടിട്ടും സംശയിച്ച് നിൽക്കുന്നുണ്ടാകാം. ഈ വചനം നിന്നോട് പറയുന്നു, നിൽക്കുക, പിന്നോട്ട് പോകരുത്. ദൈവം നിന്നെ വിളിച്ചിട്ടുണ്ട് എങ്കിൽ ഉറപ്പായും നിനക്കൊരു വഴി തുറക്കും. ശക്തിയും നൽകും, അതിൽ വിജയവും നൽകും. ഭയവും സംശയവും നിന്റെ ഉള്ളിലുണ്ടാകാം. എന്നാൽ നീ ദൈവത്തിൽ കൂടുതൽ ആശ്രയിച്ച് ദൈവത്തിൽ കൂടുതൽ വിശ്വാസമർപ്പിച്ച് നിൽക്കുക. നിനക്കായുള്ള നന്മ വഴി നിന്റെ കണ്ണിൽ കാണത്തക്ക വിധം ദൈവം തുറക്കും. പല തടസ്സങ്ങൾ നിന്റെ മുൻപിൽ വരാം. പലതരത്തിലുള്ള വെല്ലുവിളികൾ നിന്റെ മുൻപിൽ വരാം. നീ പതറിപ്പോകരുത്. വിശ്വസിക്കുക, ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു. ബൈബിളിൽ യോശുവ ഭയപ്പെട്ടു. അവന് സംശയമുണ്ടായിരുന്നു, മുന്നോട്ട് പോകുവാൻ കഴിയുമോ എന്ന്. എന്നാൽ ദൈവം അവനായുള്ള വഴി തുറന്നു കൊടുത്തു. ദൈവം അവനെ ശക്തിപ്പെടുത്തി. ദൈവത്തിന് അറിയാമായിരുന്നു യോശുവയ്ക്ക് ആ ജനത്തെ നയിക്കാൻ കഴിയുമെന്ന്. അതുപോലെ നമ്മുടെ മുമ്പിലും പലതരത്തിലുള്ള വെല്ലുവിളികൾ ഉണ്ടാകാം. എന്നാൽ ദൈവത്തിനറിയാം അത് കടന്നു പോകുവാൻ നമ്മളെക്കൊണ്ട് സാധിക്കുമെന്ന്, അതിൽ വിജയം നേടുവാൻ നമ്മളെക്കൊണ്ട് കഴിയുമെന്ന്. വെല്ലുവിളികളെ തരണം ചെയ്തു പോകുവാൻ നമുക്ക് കഴിയുമെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് നമ്മുടെ മുമ്പിൽ പലതരത്തിലുള്ള വെല്ലുവിളികൾ ഉണ്ടാകുന്നത്. ദൈവം നമ്മെ ശക്തിപ്പെടുത്തും. ദൈവം നിന്നോട് പറയുന്നു, ഞാൻ നിന്നോടുകൂടെ നടക്കും. ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും. നിന്നെക്കുറിച്ച് ദൈവത്തിനുള്ള പദ്ധതികൾ വളരെ വലുതാണ്. നിന്റെ ഭയത്തെക്കാളും നിന്റെ സംശയത്തെക്കാളും നിന്നെ അവൻ ബലപ്പെടുത്തും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്വർഗീയ നല്ല കർത്താവേ, ഈ നല്ല സമയത്തിനായി ദൈവത്തോട് നന്ദി പറയുന്നു. പാപിയായ അടിയങ്ങൾക്ക് ഒരു ദിവസത്തിൻ്റെ സന്ധ്യായാമവും കാണുവാനുള്ള മഹാഭാഗ്യത്തെ അവിടുന്ന് നൽകിയ കൃപയ്ക്കായി നന്ദി. ഈ വീഡിയോ കാണുന്ന കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളുടെ മേലും അത്ഭുതം അവിടെ നിന്ന് നടക്കണമേ. കർത്താവെ, ഞാൻ പലപ്പോഴും ഭയപ്പെട്ടു പോയിട്ടുണ്ട്. എൻ്റെ സാഹചര്യങ്ങൾ എന്നെ തളർത്തുന്നു. പക്ഷേ ഇന്നത്തെ വചനത്തിലൂടെ നീ എന്നോട് സംസാരിച്ച കൃപയ്ക്കായി നന്ദി. എനിക്ക് ധൈര്യം തരണമേ. ഞാൻ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ എന്നെ സഹായിക്കണമേ. നീ എന്നെ വിളിച്ച വഴിയിൽ ഞാൻ പിന്നോട്ട് പോകരുതേ. എൻ്റെ ജീവിതം നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എൻ്റെ ജോലി, എൻ്റെ കുടുംബം, എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസം എല്ലാം നന്മകളായി നിറയ്ക്കണമേ. ചോദിച്ച കാര്യങ്ങൾ ചുരുക്കമെങ്കിലും ധാരാളം നന്മകളാൽ കൊണ്ട് നിറയ്ക്കണമേ. ആമേൻ.